ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്, സമയം 9 മണി. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയും തണുപ്പൊക്കെ കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് -ഡിഗ്രി തന്നെയായിരുന്നു. അപ്പം നമുക്ക് പുറത്തിറങ്ങാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിളാണ്. പക്ഷേ US അത് ഫസ്റ്റ് ലാർജസ്റ്റ് ടെമ്പിളാണ്. ബാബ്സ് സ്വാമി നാരായൺ അക്ഷർധാം. അപ്പം ന്യൂജേഴ്സി ആണ് ഈ ടെമ്പിൾ ഉള്ളത്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് എടുക്കും നമ്മൾ ഈ പെൻസിൽവേനിയെന്ന്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലാണ്. അപ്പം പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു 3 മണിയായി കാണും. കാരണം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ന്യൂജേഴ്സിയിലൊന്ന് നിർത്തി. അപ്പം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ സ്വാമി നാരായൺ അക്ഷർധാം. ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉള്ള അമ്പലമാണിത്. ഇവിടെ ആരാധന ചെയ്യുന്ന ഭഗവാൻ സ്വാമി നാരായണൻ കൃഷ്ണന്റെ ഒരു അവതാരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് വിശ്വസിക്കുന്നത്. ഈ അമ്പലത്തിന്റെ എൻട്രൻസിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. അതായത് നീൽകണ്ഠ് വർണ്ണി എന്നറിയപ്പെടുന്ന സ്വാമി നാരായണൻ 11 വയസ്സിൽ തുടങ്ങിയ യാത്ര 7 വർഷത്തോളം നീണ്ടുനിന്നു. ഈ യാത്രയിലായിരുന്നു അദ്ദേഹം യോഗിയായി മാറിയത്. അങ്ങനെ ഇന്ത്യയിൽ കവർ ചെയ്ത സ്ഥലങ്ങളാണ് ഈ മാപ്പിൽ കാണുന്നത്. 49 അടി നീളമുള്ള ഈ സ്റ്റാച്ചു ആണ് ഈ അമ്പലത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ സ്റ്റാച്ചുവിന്റെ ഹൈറ്റിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതായത് സ്വാമിനാരായണന്റെ ഭൂമിയിലുള്ള 49 വർഷമാണ് കാണിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ ഒരു യോഗിക് പോസ്ചറിലാണ് ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. ഈ ഫുൾ ടെമ്പിൾ 185 ഏക്കർ ഉണ്ട്. ഏകദേശം ഒരു 12 വർഷം എടുത്തു ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. എൻട്രൻസിലെ മറ്റൊരു ഹൈലൈറ്റ് ഇതാണ്. ബ്രഹ്മകുണ്ട് എന്നാണ് ഈ പോണ്ട് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യയിലെ 108 നദികളിൽ നിന്ന് എടുത്ത വിശുദ്ധ ജലമാണ് ഇതിലുള്ളത്. പക്ഷെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് പകുതി വെള്ളം ഫ്രോസൺ ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഫ്രോസൺ ആയ അമ്പലക്കുളം കാണുന്നത്. നിങ്ങളോ? അപ്പം ഇതൊക്കെയാണ് ഈ അമ്പലത്തിന്റെ എൻട്രൻസ് കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു ബാക്കി കാഴ്ചകൾ കാണാൻ. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ ബുക്ക് ചെയ്യണം. ഈ അമ്പലം ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. കാരണം പല രാജ്യങ്ങളിലെ ആൾക്കാരും പിന്നെ പല റിലിജ്യൻ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ വെൽക്കം സെൻറ്റർ. ഇവിടെ മഹാന്ത് സ്വാമി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ബാബ്സ് അസോസിയേഷൻ്റെ കറണ്ട് ഗുരു ആൻഡ് പ്രസിഡന്റ്. സ്വാമിനാരായണൻ്റെ 6th സക്സസറായിട്ട് വരും. തേക്ക് വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കൊത്തുപണികളും ചെയ്തത്. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നി. വെൽക്കം സെന്ററിന്റെ ഒരു അറ്റത്തായിട്ട് അവര് കംപ്ലീറ്റ് ടെമ്പിളിന്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിസിറ്റേഴ്സിന് ഈസി ആയിട്ട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ 2 സൈഡിൽ US അക്ഷർധാമിന്റെ എല്ലാ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനോഗ്രേഷൻ ഇയറും. വെൽക്കം സെന്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ നമ്മൾ ഈ നെയ്വിളക്ക് കത്തിച്ച് നമ്മളെ അമ്പലത്തിൽ വൈകുന്നേരം കത്തിക്കില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് ഓവറോൾ ഈ വെൽക്കം സെൻറ്റർ കണ്ടാൽ കിട്ടുന്നത്. കുഞ്ഞി ദിയാസ്, അതായത് ആർട്ടിഫിഷ്യൽ ലാമ്പാണ്. പക്ഷെ അത് കാണുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഡിസൈൻ്റെ മെയിൻ ഫീച്ചറാണ് ഒരു സെൻട്രൽ വെല്ലും പിന്നെ 2700-ൽ കൂടുതൽ ലാംപ്സുകളും. ഈ മനോഹരമായ ലൈറ്റ്സ് കൊണ്ട് അവർ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹിന്ദു ഫെസ്റ്റിവലായ ദിവാലിയാണ്. ആ ഒരു ട്രഡീഷണൽ ആംബിയൻസ് എന്തായാലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ ടെമ്പിളിനെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറേ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. വെൽക്കം സെൻറ്ററിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇവിടുത്തെ വാളിലും അവർ കുറേ ഡീറ്റെയിൽസ് ഈ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൗതുകമായി തോന്നിയത് ഇവർ ഈ കൺസ്ട്രക്ഷൻ്റെ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2014 തൊട്ടിട്ട് 2023 വരെയുള്ള പിക്ചേഴ്സ് അവർ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെൽക്കം സെൻറ്ററിൽ നിന്ന് എക്സിറ്റ് ചെയ്തപ്പം ഞാൻ എത്തിയൊരു ലോകമുണ്ട്.
അതായത് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് റോയലായിട്ടുള്ള ഒരു ടെമ്പിൾ കാണുന്നത്. ഇവിടെ മഹാമന്ദിറിലേക്കുള്ള ഒരു ആരോ കാണിക്കുന്നുണ്ട്. ഈ മഹാമന്ദിറിൻ്റെ മുകളിലായിട്ടൊരു ഫ്ലാഗ് കാണാം, അതാണ് ബാബ്സിൻ്റെ ഫ്ലാഗ്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു സംഗതിയുണ്ട്. ബാബ്സ് എന്ന് വെച്ചാൽ ഹിന്ദു ഓർഗനൈസേഷൻ ആണ്, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി നടത്തി വരുന്നത്. കുറേ നോൺ റിലീജിയസ് ചാരിറ്റബിൾ പ്രോഗ്രാംസ് അവർ നടത്തുന്നുണ്ട് ഫോർ ദ വെൽബീയിങ് ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ഫാമിലീസ് ആൻഡ് അതർ ഇൻഡിവിജ്വൽസ്. ഈ മഹാമന്ദിറിൻ്റെ മുന്നിലും ഒരു പോണ്ടുണ്ട്, ചുറ്റും 4 സ്റ്റാച്ചുകളും റെപ്രസെൻറ്റിങ് 4 വിശുദ്ധ നദികളായ ഈ ഗംഗ, യമുന, സരസ്വതി, സരയു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ മഹാമന്ദിർ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് പല രാജ്യങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തതാണ്. അതായത് മാർബിൾ ഫ്രം ഗ്രീസ്, ടർക്കി ആൻഡ് ഇറ്റലി, പിന്നെ പിങ്ക് സാൻഡ് സ്റ്റോൺ ആൻഡ് ഗ്രാനൈറ്റ് ഫ്രം രാജസ്ഥാൻ, പിന്നെ ലൈം സ്റ്റോൺ ഫ്രം ബൾഗേറിയ ആൻഡ് ടർക്കി. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ്. മഹാമന്ദിറിൻ്റെ ഉള്ളിൽ കയറുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. മന്ദിർ കയറിയ ഉടനെ അതിവിശാലമായ ഒരു ഷോറൂം സ്പേസ് ഉണ്ടായിരുന്നു. മന്ദിറിൻ്റെ പുറത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം, അതുപോലെ തന്നെയാണ് ഉള്ളിലും. മഹാമന്ദിറിൽ നിന്ന് നേരെ വന്നത് അക്ഷർധം സ്റ്റോറിലേക്കാണ്. സ്വാമിനാരായണൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ഷോ പീസസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പുസ്തകങ്ങൾ, ക്യാൻഡിൽസ്, അഗർബത്തീസ്, ആയുർവേദ മരുന്നുകൾ, പിന്നെ പല ടൈപ്പ് പൂജാ സ്റ്റാൻഡുകൾ, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കളക്ഷൻസുകൾ. എൻ്റെ കണ്ണ് എപ്പോഴും പോവുക ഷോ പീസസിലേക്കാണ്. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ പീസസ് ഉള്ളതുകൊണ്ട് സെലക്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തു. അക്ഷർധാം സ്റ്റോറിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഷയോണ കഫേയിലാണ്. നല്ല വിശാലമായ വെജിറ്റേറിയൻ കഫേ. തുടക്കത്തിലൊരു ബെവറേജ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ കുറേ ജ്യൂസസ്, ടീ, കോഫി ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തൻറ്റിക് താലി വേണമെങ്കിൽ അതും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ പനീനി പിസ്സ പാർലർ, പിന്നെ ചാട്ട് കോർണർ, പിന്നെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കോർണർ, പിന്നെ ഡയറക്റ്റ്ലി ഫ്രം ദ ഗ്രിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അത്ര വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു പാവ് ഭാജിയും 2 ചാട്ട്സും ഓർഡറാക്കി. ഒരു പാപ്പടി ചാട്ടും ഒരു സമോസ ചാട്ടും. പിന്നെ ഇവിടെ ഗ്രാബ് ആൻഡ് ഗോ ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നമുക്ക് ഉണ്ടാക്കിയ ബോക്സസിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ബില്ലാക്കാം. കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡൈനിങ് സ്പേസ് ആണ്. നടുക്കൊരു ചെടിയൊക്കെ ലൈക്ക് ഒരു ആർട്ടിഫിഷ്യൽ ട്രീ ഒക്കെ വെച്ചിട്ടൊരു നല്ലൊരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായി. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും 5 പേരായതുകൊണ്ട് പാവ് ഭാജി നമ്മൾ വിചാരിച്ച പോലെ അത്ര പോർഷൻ ഇല്ലായിരുന്നു. എനിക്കെന്തോ പാവ് ഭാജീൻ്റെ ആ ഗ്രേവി അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചാട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ വന്നത് നല്ല വെളിച്ചമുള്ള സമയത്താണ്, ഒരു 3 മണിക്ക്. ഇപ്പം ഒരു 5 ആയി. 5 ആകുമ്പോഴത്തേക്കും ഇവിടെ ഡാർക്കാവും. പക്ഷേ ഈ ടെമ്പിളിൻ്റെ ആക്ച്വലി ബ്യൂട്ടി കാണണമെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ഈവനിങ് വിസിറ്റ് ചെയ്യണം. കാരണം അതൊരു പ്രത്യേക വൈബാണ്. വീഡിയോയിൽ എനിക്കറിയില്ല എത്രത്തോളം ഈ ബ്യൂട്ടി കാണുന്നുണ്ടെന്ന്. നേരിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഗൈസ്, ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരുന്ന കാഴ്ച നിങ്ങളെ വേറൊരു ലോകത്ത് തന്നെ എത്തിക്കും. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു വ്യൂ തന്നെയാണിത്. നിങ്ങൾ കാണണം. ഈ പിങ്ക് സ്കൈയിൽ ഈ കോൺട്രാസ്റ്റായി നിൽക്കുന്ന ഈ ബിൽഡിങ്. ഈ സ്കൾപ്ചേഴ്സിൻ്റെ ഓരോ ഡീറ്റെയിലിങ് എൻ്റെ അമ്മ ഒന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഫുൾ ടെമ്പിൾ അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഓരോ ബിറ്റിലും ഉണ്ട് അതിൻ്റെ ബ്യൂട്ടി. ഇത്രയ്ക്കും ഡീറ്റെയിലിംഗ് കൊടുത്ത സ്കൾപ്ചർ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല.
ശരിക്കും പറഞ്ഞ ഇതൊക്കെയാണ് മെറ്റിക്കുലസ് കൾച്ചറിങ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. ഇവരൊക്കെ ഇത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവാന്ന് എന്നെപ്പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതായത് സെലക്ട് ചെയ്ത് വെച്ച സ്റ്റോൺസുകൾ യൂറോപ്പിൽ നിന്ന് ക്വയറി ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് കാർവ് ചെയ്ത് വെച്ച സ്റ്റോണുകൾ പിന്നെ ഒരു ഡ്രൈ മെത്തേഡ് വഴി അസംബിൾ ചെയ്യും. ജസ്റ്റ് ഫൈനൽ റിസൾട്ടിന് മുന്നേ ഫിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെർഫെക്റ്റായി ഫിറ്റായ സ്റ്റോൺസിൽ കോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനിലേക്ക് ഷിപ്പ് ചെയ്യും. കേൾക്കുമ്പം നല്ല എളുപ്പമാണ്, പക്ഷെ 12,500 വോളണ്ടിയേഴ്സിന് വേണ്ടി വന്നു. മഹാമന്ദിറിൻ്റെ മുന്നിലാണ് ഈ കാണുന്ന ചെറിയ മന്ദിറുള്ളത്. ഇവിടെയും വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നത്. കൃഷ്ണൻ്റെയും രാധേൻ്റെയും ഒക്കെ അതിമനോഹരമായ സ്കൾപ്ചറിങ് ആണ് ഈ കാണുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ അമ്പലത്തിൻ്റെ ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഉണ്ടാവണം. ടെമ്പിൾ മൊത്തം നല്ല കളർഫുൾ ലൈറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പം നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം അത്യാവശ്യം ആൾക്കാരും കുറവായിരുന്നു. അപ്പം ഞാൻ ആദ്യം കാണിച്ച മെയിൻ എൻട്രൻസിലെ നീൽകണ്ഠ് വർണ്ണീൻ്റെ വലിയ സ്റ്റാച്ചുവിൻ്റെ ഒരു ക്ലിയർ വ്യൂ ആണിത്. അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സൈനിങ് ഓഫ്.